ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ആലമീന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രഹസ്യ പരസ്യ മേഖലകളിലും പാലിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരമൊരു ജീവിതം നയിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ നിലയിൽ മനുഷ്യർ എന്ന അർത്ഥത്തിൽ തന്നെ നമുക്ക് പല വിപത്തുകളും ബാധിക്കാറുണ്ട്, പല പ്രയാസങ്ങളും നമുക്ക് ബാധിക്കാറുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മൾ പറയുന്ന വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. ഇസ്തിർജാ എന്നാണ് ഇതിന് പറയുക. ഇസ്തിർജാ നടത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സാധാരണയിൽ ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോൾ മരണവിവരം പറയുമ്പോഴാണ് സാധാരണ നമ്മൾ ഈ വാചകം പറയാറുള്ളത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. യഥാർത്ഥത്തിൽ ഇത് മരണം സംഭവിച്ചാൽ മാത്രം പറയേണ്ടതല്ല. നമുക്ക് ഏത് മുസീബത്ത് സംഭവിച്ചാലും ഏത് പ്രയാസങ്ങൾ സംഭവിച്ചാലും ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ പറയേണ്ട വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഇസ്തിർജാ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ അത് തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. കുറച്ചൊക്കെ ഭയം തന്നുകൊണ്ട് നിങ്ങളെ അല്ലാഹു പരീക്ഷിച്ചേക്കാം. നിങ്ങളുടെ മനസ്സിലേക്ക് ഭയം ഇട്ടു തന്നുകൊണ്ട് അല്ലാഹു പരീക്ഷിച്ചേക്കാം. അതുപോലെ തന്നെ പട്ടിണി തന്നുകൊണ്ട് പരീക്ഷിച്ചേക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ധനനഷ്ടം, നിങ്ങളുടെ ധനത്തിൽ കമ്മി വരുത്തിക്കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചേക്കാം. അതുപോലെ തന്നെ ജീവനഷ്ടം നമ്മുടെ മക്കളെ മരിപ്പിച്ചുകൊണ്ട് പരീക്ഷിച്ചേക്കാം. നമ്മുടെ ഭാര്യയെ മരിപ്പിച്ചുകൊണ്ട് പരീക്ഷിച്ചേക്കാം. ഭർത്താവിനെ മരിപ്പിച്ചുകൊണ്ട് പരീക്ഷിച്ചേക്കാം. അതേപോലെ ജീവനഷ്ടം കൊണ്ട് ചിലപ്പോ അല്ലാഹു പരീക്ഷിച്ചേക്കാം. അതുപോലെ തന്നെ വിഭവ നഷ്ടം കൊണ്ട് നിങ്ങളെ അല്ലാഹു പരീക്ഷിച്ചേക്കാം. ഇതൊക്കെ അല്ലാഹു വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ നിങ്ങളെ അല്ലാഹു ചിലപ്പോ പരീക്ഷിച്ചേക്കാം. വബശ്ശിരി സ്വാബിരീൻ. ഇതൊക്കെ എണ്ണി പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാൻ
അതിലൊക്കെ സ്വബർ പാലിക്കുന്ന ആളുകൾക്ക്, ക്ഷമാശീലരായ ആളുകൾക്ക് അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. അവരെ സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അല്ലാഹു പറയുന്നത്. ഇത് എനിക്ക് പറയാൻ നല്ല എളുപ്പമാണ്, ഇത് കേൾക്കാൻ നിങ്ങൾക്കും എളുപ്പമാണ്. പക്ഷേ ഈ സന്ദർഭം അഭിമുഖീകരിക്കുമ്പോ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ, എത്രത്തോളം നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്, റബ്ബിലേക്ക് ആ പ്രയാസത്തെ മാറ്റി വെക്കുന്നവരാണ്. അത് അല്ലാഹുവിന്റെ ഖദറാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്, റബ്ബിന്റെ നസീഹത്താണ്, അവന്റെ ഖദറാണെന്ന് പറഞ്ഞുകൊണ്ട് ആ തീരുമാനത്തെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബ ബന്ധത്തിൽപ്പെടാത്ത ആളുകൾ, അങ്ങനെയുള്ള ഏതോ ആളുകളുടെ മക്കൾ മരണപ്പെടുമ്പോ, ഏതോ ആളുകളുടെ ഭർത്താവ് മരണപ്പെടുമ്പോ, ഏതോ ആളുകളുടെ ഭാര്യമാര് മരണപ്പെടുമ്പോ, സഹോദരിമാര് മരണപ്പെടുമ്പോ, ഉമ്മ മരണപ്പെടുമ്പോ നമ്മൾ വളരെ ആഗ്രഹത്തോടുകൂടി പറഞ്ഞു കളയുന്ന വർത്തമാനമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഇസ്തിർജാ. അത് നമ്മുടെ മക്കളാകുമ്പോ, നമ്മുടെ ഭാര്യയാകുമ്പോ, നമ്മുടെ ഭർത്താവാകുമ്പോ, നമ്മുടെ ഉമ്മയാകുമ്പോ ഈ വാചകം എത്ര ആത്മാർത്ഥമായി നമുക്ക് പറയാൻ കഴിയുമെന്ന് ഞാനും നിങ്ങളും ആലോചിക്കേണ്ട സംഗതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരുപാട് ധനമുള്ള ആളുകളായിരിക്കും, ഒരുപാട് ആ രൂപത്തിൽ നിങ്ങൾ വലിയ കമ്പനി നടത്തിയ ആളുകളായിരിക്കും, വലിയ ബിസിനസ് നടത്തിയ ആളുകളായിരിക്കും, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ പെട്ടെന്ന് അല്ലാഹു റബ്ബുൽ ആലമീന്റെ പരീക്ഷണാർത്ഥം അതൊക്കെ തകർന്ന് കരിപ്പണമാകുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അല്ലാഹുവിനെ അതിനെ വിടാറുണ്ടോ? അത് ബേജാറായി വളരെ പ്രയാസപ്പെട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അല്ലാഹു എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് പഠിച്ചുള്ള വർത്തമാനമാണോ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നത്? അങ്ങനെയുള്ള ആളുകൾക്ക് സന്തോഷ വാർത്തയില്ല. ഇത് ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സന്തോഷം അല്ലാഹു കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു അടുത്ത ആയത്തിലൂടെ പറഞ്ഞു, അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, ആർക്കെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ, ആർക്കെങ്കിലും വല്ല ആപത്തും ബാധിച്ചാൽ, ആ ക്ഷമയുള്ള ആളുകൾ, ആ ക്ഷമാശീലരായ ആളുകൾ അവർ പറയുന്നതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിന്റെ അധീനത്തിലാണ്, അവങ്കലേക്ക് തന്നെയാണ് ഞങ്ങൾ മടങ്ങേണ്ടത് എന്നായിരിക്കും അവർ പറയുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഉലൈക അലൈഹിം സ്വലവാത്തും മിൻ റബ്ബിഹിം വ റഹ്മ. അങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹുവിന്റെ അടുക്കലുണ്ട്, അവർക്ക് നല്ല സലാമത്ത് അല്ലാഹു കൊടുക്കുന്നതാണ്. അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് എന്തുണ്ട്? അനുഗ്രഹങ്ങളുണ്ട്, കാരുണ്യമുണ്ട്. റബ്ബിന്റെ റഹ്മത്തും അതുപോലെ തന്നെ അവന്റെ കാരുണ്യവും എല്ലാം അവർക്ക് അല്ലാഹു കൊടുക്കുന്നതാണ്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കാണ് ഹിദായത്ത് ലഭിച്ചവർ, അവരാണ് നേർമാർഗത്തിലുള്ളവർ എന്ന് അല്ലാഹു പറയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിപത്തിന്റെ ഘട്ടങ്ങളിൽ, പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ നിന്നുള്ള പരീക്ഷണം രണ്ട് വിധത്തിലാണ്. രണ്ട് വിധത്തിലുള്ള പരീക്ഷിക്കും. നന്മ മുഖേന അല്ലാഹു പരീക്ഷിക്കും, അതുപോലെ തന്നെ തിന്മ മുഖേനയും അല്ലാഹു പരീക്ഷിക്കും. അല്ലാഹു പറഞ്ഞല്ലോ, വനബലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. തിന്മ കൊണ്ടും നന്മ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷണം നടത്തുന്നതാണ്. നന്മ കൊണ്ട് പരീക്ഷിക്കാതെ പറഞ്ഞാൽ നമുക്ക് വിഭവങ്ങൾ തന്നുകൊണ്ട്, ധനം തന്നുകൊണ്ട്, ആരോഗ്യം തന്നുകൊണ്ട്, മക്കളെ തന്നുകൊണ്ട്, അതുപോലെ തന്നെ കൃഷിയിടങ്ങൾ തന്നുകൊണ്ട്, മറ്റുള്ള ഈ ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ തന്നുകൊണ്ട് അല്ലാഹു ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കും. ആ സന്ദർഭത്തിൽ അല്ലാഹുവിനോട് ശുക്റുണ്ടോ? എന്താണ് ശുക്ർ? അല്ലാഹു പറഞ്ഞതുപോലെ ആ ധനം ചെലവഴിക്കുക എന്നുള്ളതാണ് ശുക്ർ. ആ ശുക്ർ കാണിക്കുന്നുണ്ടോ എന്ന പരീക്ഷണമാണത്. അതുപോലെ തന്നെ
ശർറ് കൊണ്ടും അല്ലാഹു പരീക്ഷിക്കും, പ്രയാസങ്ങൾ നൽകിയും അല്ലാഹു പരീക്ഷിക്കും. ആ സന്ദർഭത്തിൽ ക്ഷമാശീലരായിക്കൊണ്ട് ക്ഷമാലുക്കളുടെ ഒരു നിർവചനം എന്നോണമാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ നടത്താൻ ഒരു മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്, ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? യഥാർത്ഥത്തിൽ ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ രാഘവത്തോടു കൂടി പറയുന്ന വാചകമാണെങ്കിലും ഇത് വലിയ അർത്ഥതലങ്ങളുള്ള വാചകമാണ്. തങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, അവന്റെ അടിമകളാണ്. അതാണ് പറയുന്നത്. ഞാൻ നിന്റെ സൃഷ്ടിയാണ്, അല്ലാഹുവേ നിന്റെ അടിമയാണ്. നീ എന്ത് തീരുമാനം കൊണ്ടുവന്നാലും ആ തീരുമാനം മുഴുവനും അംഗീകരിക്കേണ്ടവനാണ് ഞാൻ. അത് ഹൈറായാലും ശർറായാലും അല്ലാഹുവേ നിന്റെ അടിമ മാത്രമല്ലയോ ഞാൻ, എന്റെ കൈകാര്യ നിയന്ത്രണങ്ങളുമെല്ലാം നിന്റെ കയ്യിലാണല്ലോ. അതുപോലെ തന്നെ അല്ലാഹുവിന് എന്തും നടപ്പിലാക്കാൻ അധികാരമുണ്ട്. നമ്മളിൽ എന്തും കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. രാജാതിരാജനാണ് റബ്ബ്. അതിന് വഴങ്ങുന്നത് നമ്മുടെ കടമയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, അതിന് വഴങ്ങിക്കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഞങ്ങൾ മരണാനന്തരം അവനിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ്. ഇവിടെ വെച്ച് ഞങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും അവന്റെ മുമ്പിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരും. യാതൊരു നന്മയും അവന്റെ അടുക്കൽ ഞങ്ങൾക്ക് പാഴായി പോവുകയില്ല. നാം ചെയ്ത ഏത് രഹസ്യത്തിന്റെ കൂരിന്റെ കറുത്ത രാത്രിയിൽ നമ്മൾ ചെയ്തു പോയ തിന്മയും അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് റബ്ബേ നിന്നിലേക്ക് മടങ്ങേണ്ടവരാണെന്ന് പറയുമ്പോ അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഇതിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാര് പറയാം. അതുപോലെ തന്നെ ഓരോ മുസീബത്ത് വരുന്ന സന്ദർഭങ്ങളിലും അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് അല്ലാഹുവേ ഇതിനേക്കാൾ ഏറ്റവും ഉത്തമമായത് എനിക്ക് നൽകണമേ എന്ന് റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് ആത്മാർത്ഥമായിട്ടുള്ള ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ് മഹദിയായ ഉമ്മു സലമത്ത് ബീവി റളിയല്ലാഹു അൻഹാ, നമ്മുടെ ഉമ്മയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം. അന്ന ഉമ്മു സലമ സൗജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം قالت سمعت رسول الله صلى الله عليه وسلم يقول അല്ലാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അവർ പറയുന്നത്? മാമിൻ അബ്ദിൻ തുസീബുഹു മുസീബത്തുൻ ഫയഖൂലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി وأخلف لي خيرا منها إلا أجره الله في مصيبته وأخلف له خيرا منها. സൂറത്ത് പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. എന്താണ് സൂറത്ത് പറഞ്ഞത്? ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്. അഥവാ ആപത്ത് ഏൽക്കുകയും ആ ആപത്ത് സംഭവിക്കുകയും ചെയ്താൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങുന്നവരാണ് എന്ന് പറയുകയും എന്നിട്ട് റബ്ബിനോട് ഒരു ദുആ ചെയ്യുകയും ചെയ്യുക. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ ഇല്ലാ അജ്റഹു അല്ലാഹു ഫീ മുസീബതിഹി വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ എന്ന ദുആ ചെയ്യുകയും ചെയ്യുക എന്ന് ഉമ്മു സലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്താണ് ആ ദുആ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, എന്റെ യാതനയ്ക്ക് എനിക്ക് നീ പ്രതിഫലം നൽകണമേ അല്ലാഹ്, അതിനേക്കാൾ നന്മയുള്ളത് എനിക്ക് നീ പകരമാക്കണമേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അടിമയുമില്ല. അല്ലാഹുവിന്റെ മുസീബത്തിന്റെ പ്രതിഫലം നൽകുകയും അതിനേക്കാൾ ഗുണമുള്ളത് പകരമാക്കുകയും ചെയ്യാതെ എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ഭർത്താവ് മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു ഞാൻ ഏറെ സ്നേഹിച്ചിരുന്ന, എന്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ അർത്ഥത്തിലും എനിക്ക് താങ്ങും തണലുമായിരുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. ഞാൻ ആലോചിച്ചു, ഇതുപോലെ അബൂ സലമയെ പോലെയുള്ള ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടുമോ? ഞാൻ എന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും, ഞാൻ എന്ത് ദുആ ചെയ്താലും, ഞാൻ എന്ത് അല്ലാഹുവിനോട് ചോദിച്ചാലും എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സലമയെ പോലെ അബൂ സലമ റളിയല്ലാഹു അൻഹു എന്നെ കെയർ ചെയ്തതുപോലെ കെയർ ചെയ്യാൻ കഴിയുന്ന, എന്നെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന, എന്റെ കാര്യത്തിൽ ഇടപെട്ടതുപോലെ
എന്റെ കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടുമോ ഈ പ്രായത്തിലെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അബൂ സലമയെ പോലെയുള്ള ഒരു ഭർത്താവിനെ എനിക്ക് ലഭിക്കുകയില്ല എന്ന ഒരു അർത്ഥത്തിൽ അവർ അന്ന് ആ സംസാരം സംസാരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിനേക്കാൾ വലിയ ഖൈറിന് വേണ്ടി ഉമ്മു സലമ നീ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ട് അവർ പറയുകയാണ്, ഖാലത്ത് ഫലമ്മ തൂഫി അബൂ സലമ ഖുൽതു കമാ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചത് പ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു. فأخلف الله لي خيرا منه رسول الله صلى الله عليه وسلم. അങ്ങനെ ഞാൻ അതിനേക്കാൾ ആ മുസീബത്തിനേക്കാൾ നല്ല ഖൈറിന് വേണ്ടി റസൂലിനോട് പ്രാർത്ഥിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ന ഖൈർ എനിക്ക് ലഭിച്ചു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാം. അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉമ്മു സലമയെ കല്യാണം കഴിക്കുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ അഷ്റഫുൽ ഖൽഖിനേക്കാൾ വലിയ മഹത്വമുള്ള ലോകത്തിൽ ജീവിച്ചിരിപ്പുള്ള ഇനി വരാനുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എനിക്ക് അതിനേക്കാൾ വലിയ ഖൈർ, അബൂ സലമയേക്കാൾ വലിയ ഖൈർ എനിക്ക് ലഭിച്ചു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ആ സന്ദർഭത്തിൽ അഥവാ നമ്മുടെ മക്കൾ നഷ്ടപ്പെടുമ്പോ, ഭാര്യ നഷ്ടപ്പെടുമ്പോ, ഭർത്താവ് നഷ്ടപ്പെടുമ്പോ, അല്ലാഹുവേ ഈ മുസീബത്തിനേക്കാൾ ഇതിനേക്കാൾ പകരമുള്ളത് നീ എനിക്ക് നൽകണമേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യണം എന്നതാണ്, അല്ലാഹുവിനോട് ചോദിക്കണം എന്നതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നല്ല രൂപത്തിലുള്ള ആ അർത്ഥത്തിലുള്ള ഭർത്താക്കന്മാരില്ലാത്ത ആളുകൾക്ക് ഭർത്താക്കന്മാരെയും ഭാര്യമാരില്ലാത്ത ആളുകൾക്ക് ഭാര്യമാരെയും അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ അഥവാ ഈ രൂപത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെടുമ്പോ, നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ നമ്മുടെ കുട്ടികൾ മരണപ്പെടുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പഴിവാക്കുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് വന്നു പോകുന്നത്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വന്നു പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓടിക്കളിക്കുന്ന നമ്മുടെ പിഞ്ചു കുഞ്ഞിനെങ്ങാനും അല്ലാഹു പിടിച്ചാൽ അല്ലാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരീക്ഷണാർത്ഥം ആ രൂപത്തിലുള്ള പിടുത്തം വരുമ്പോ നമ്മുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും? പിഞ്ചു കുഞ്ഞുങ്ങളാകേണ്ട വലിയ മക്കളായാലും അങ്ങനെ തന്നെയല്ലേ? നമുക്ക് താങ്ങും തണലുമാകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന, നമുക്ക് താങ്ങും തണലുമായി നമ്മളെ നോക്കി നടത്തുമെന്ന് നമ്മൾ വളരെ ആത്മവിശ്വാസം പുലർത്തിയിരുന്ന നമ്മുടെ മക്കൾ, ആ മക്കളെ ഞാൻ തൊട്ടു പിടിക്കുമ്പോ എന്തായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ? അല്ലാഹു റബ്ബുൽ ആലമീൻ കാക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള കടുത്ത പരീക്ഷണങ്ങളെയൊന്നും അതിജീവിക്കുവാനുള്ള ഈമാൻ നമുക്കുണ്ടോ? അല്ലാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ഒരു സംഭവം നോക്കൂ, ഒരു കാര്യം മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാം, നബി മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ മാത വലദുൽ അബ്ദി ഖാല അല്ലാഹു ലിമലായികതിഹി ഖബദതും വലദ അബ്ദി. ഒരു അടിമയുടെ സന്താനം മരണപ്പെട്ടാൽ മലക്കുകളോട് അല്ലാഹു ചോദിക്കും, മലക്കുകളെ നിങ്ങൾ എന്റെ അടിമയുടെ സന്താനത്തിന്റെ ആത്മാവിനെ പിടികൂടിയോ? ഫയഖൂലു, അപ്പോൾ മലക്കുകൾ, മരണത്തിന്റെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ പറയും, ഞാൻ അതെ പിടികൂടിയിട്ടുണ്ട്. ഫയഖൂലു ഖബദതും സമറത, ഫയഖൂലു ഖബദതും സമറത ഫുആദി, ആ ഹൃദയത്തിന്റെ അഥവാ നിങ്ങൾ അവന്റെ ഹൃദയത്തിന്റെ ഫലം എടുത്തുവോ എന്ന് മലക്കുകളോട് ചോദിക്കുകയാണ്. കരളിന്റെ കഷ്ടം പിടിച്ചു പറിച്ചോ എന്ന് ആ മലക്കുകളോട്, മരണത്തിന്റെ മലക്കുകളോട് അല്ലാഹു ചോദിക്കുകയാണ്. എന്റെ അടിമയുടെ കരളിന്റെ കഷ്ടമാണല്ലോ നിങ്ങൾ പിടിച്ചു വലിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മലായികത്തുകൾ പറയും, ഞാൻ അതേ അല്ലാഹ്, അവന്റെ കരളിന്റെ കഷ്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. ഫയഖൂലു മാദാ ഖാല അബ്ദി ഫയഖൂലു, ആ സമയത്ത് എന്റെ അടിമയുടെ, എന്റെ അബ്ദിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് അല്ലാഹു ചോദിക്കുകയാണ് മലക്കുകളോട്. അങ്ങനെ പിടിച്ചപ്പോ, ആ കരളിന്റെ കഷ്ടമായ അവന്റെ കുഞ്ഞിനെ പിടിച്ചപ്പോ, മരണപ്പെട്ടപ്പോ എന്റെ അബ്ദിന്റെ, എന്റെ അടിമയുടെ വർത്തമാനം എന്തായിരുന്നു, അവന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ്.
അവൻ പറഞ്ഞതെന്താണെന്ന് മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഹമിദക, അല്ലാഹുവേ നിന്നെ സ്തുതിച്ചിട്ടുണ്ടവൻ, അല്ലാഹുവേ നിന്നെ സ്തുതിച്ചിട്ടുണ്ടവൻ. ഹമിദക അൽഹംദുലില്ലാഹ് എന്നവൻ പറഞ്ഞിട്ടുണ്ട്. ആര് പറയുന്നത് അൽഹംദുലില്ലാഹ് എന്ന്? പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും നല്ല സുഖമുള്ള വർത്തമാനമാണ്. നമുക്ക് കേൾക്കാൻ നല്ല രൂപത്തിൽ നമുക്ക് കഴിയുമ്പോൾ ചെയ്ത് സംഭവിക്കുമ്പോ ആർക്ക് പറയാൻ കഴിയും? എന്റെ മകനെ എന്റെ മകളെ മരിപ്പിക്കുമ്പോ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നിനക്കാവുന്ന സർവസ്തുതികളെന്ന് പറയാൻ ആർക്ക് സാധിക്കും? നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു കഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. ഒരു മഹാൻ, ഞാനത് നീട്ടി പറയുന്നില്ല, സമയമില്ല. വലിയ ഒരു ചരിത്രത്തിൽ ഒരു സംഭവം കാണാം. ഒരു പർണശാലയിൽ, ഒരു മരുഭൂമിയിലെ പർണശാലയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ നോക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഒരിക്കൽ എന്തോ വെള്ളത്തിനോ മറ്റോ പോവുകയാണ്. ഈ മനുഷ്യനാണെങ്കിൽ കണ്ണ് കാണില്ല, അതുപോലെ തന്നെ ചെവി കേൾക്കില്ല, കൈയില്ല, കാലില്ല. കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്ന മഹാനാണ്. കട്ടിലിൽ മാത്രം കിടന്നുകൊണ്ട് ഈ കുട്ടി എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ അത് തിന്നാൻ മാത്രം കഴിയുന്ന, കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത, മലമൂത്ര വിസർജനം മുഴുവനും കട്ടിലിൽ നിന്ന് ഇരിക്കുന്ന വാപ്പയാണ്. ഈ വാപ്പയെ നോക്കുന്നത് കുട്ടിയാണ്. ഈ കുട്ടി വെള്ളമെടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ്. ഈ കുട്ടി പിന്നീട് തിരിച്ചു വന്നിട്ടില്ല, വരുന്നില്ല. അങ്ങനെയാണ് ആ പർണശാല കണ്ടുകൊണ്ട് അത് വഴി പോയിരുന്ന ഒരു മനുഷ്യൻ ആ പർണശാല കാണുകയാണ്. അവിടത്തേക്ക് പോയപ്പോ ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഇതെന്തൊരു കിടക്കമാണ്, എന്താണ് നിങ്ങളുടെ അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു കുട്ടിക്കുണ്ടായിരുന്ന ഒരു സഹായം നിങ്ങൾ ചെയ്യുമോ? ആ കുട്ടിയെ നിങ്ങൾ നോക്കുമോ? ആ കുട്ടിയെ നിങ്ങൾ കണ്ടെത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ? അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി കുറച്ചു ദൂരെ നടന്ന് നോക്കുമ്പോൾ ഈ കുട്ടി മരിച്ചു കിടക്കുന്ന രംഗമാണ് കാണുന്നത്. ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ വിചാരിക്കുകയാണ്, ഈ കുട്ടിയുടെ മരണവാർത്ത എങ്ങനെ ഞാൻ ഈ മനുഷ്യനെ അറിയിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മയ്യത്തിന്റെ വിവരം ഞാൻ എങ്ങനെ ഈ മനുഷ്യനോട് പറയും? കൈയില്ല, കാലില്ല, ചെവി കേൾക്കുന്നില്ല, ഒരല്പം മാത്രമാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ കണ്ണെതിരെ കാണുന്നില്ല. എന്താണ് ഈ മനുഷ്യന്റെ അവസ്ഥ? എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ് ഈ മനുഷ്യൻ. അങ്ങനെ അദ്ദേഹം ആ മയ്യത്ത് എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം പോകുമ്പോൾ ഓർക്കുകയാണ്, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യാതനകളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും ഈ മനുഷ്യനോട് പറഞ്ഞു കൊടുത്ത് ഈ മനുഷ്യനോട് ക്ഷമിക്കാൻ വേണ്ടി ഉപദേശിക്കാമെന്നൊക്കെ ഇയാൾ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ മയ്യത്ത് പുറത്തേക്ക് വെച്ചു. ഈ മനുഷ്യന്റെ അടുക്കിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, കുട്ടിയെ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കുട്ടി അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് അവന്റെ റഹ്മത്തിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ദീന് പഠിച്ച മഹാനായ പണ്ഡിതനായിരുന്നു ആ പർണശാലയിൽ കിടന്നിരുന്ന ആളെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ആ സ്വഹാബത്തിൽ നിന്ന് ദീന് പഠിച്ച താബഈങ്ങൾ അവർ കേൾക്കുക മാത്രമല്ല, അവർ അവരുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയിരുന്നു എന്നുള്ളതാണ്. നീയത്തെ ഈമാനുള്ളവർക്ക് മാത്രമാണ് അത് സംഭവിക്കുക. അവിടുന്ന് ഏതാനും സമയത്തിനുള്ളിൽ അദ്ദേഹത്തെയും അല്ലാഹു മരിപ്പിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. കാരണം അദ്ദേഹത്തെ നോക്കാൻ ഭൂമിയിൽ ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിക്കൊള്ളൂ, അല്ലാഹുവിന്റെ തൃപ്തിയടഞ്ഞ ആത്മാവേ, അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊള്ളൂ, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അല്ലാഹു പറയുന്നതാണ് യഥാർത്ഥത്തിൽ. മരണം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ അവസ്ഥയാണ്. കാരണം നമ്മുടെ ഭാര്യയേക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, ഭർത്താവിനേക്കാൾ, നാട്ടുകാരേക്കാൾ, അയൽവാസിയേക്കാൾ, സുഹൃത്തുക്കളെക്കാൾ ഏറ്റവും നന്നായി നോക്കുന്നവരാണ് നമ്മുടെ റബ്ബ്. നമ്മുടെ ഗർഭപാത്രത്തിൽ നമുക്ക് വേണ്ടി എല്ലാം സംവിധാനിച്ച ആ റബ്ബിലേക്കാണ് നമ്മുടെ മടക്കം. അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബക്കാരും നമ്മളെ എത്രത്തോളം നോക്കിയിട്ടുണ്ടോ അതിനേക്കാൾ കഠിനമായി, അതിനേക്കാൾ ശക്തമായി നോക്കാൻ കഴിയുന്ന കുതിരത്തുള്ളവന്റെ ആ റബ്ബിന്റെ റഹ്മത്തിലേക്കാണ് നമ്മുടെ മടക്കുന്നത്. കൊണ്ട് സന്തോഷത്തോടെ മടങ്ങിക്കോളൂ എന്ന് പറയുന്ന ആത്മാവായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകുമാറാകട്ടെ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പറയണമെന്നാണ് പറയുന്നത്. ആ ആത്മാവിനെ പിടിച്ചപ്പോ മലക്കുകളോട് അല്ലാഹു ചോദിക്കുകയാണ്. എന്നിട്ട് അവർ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഹംദക ഫസ്തർജഅ. അവൻ ഇസ്തിർജാഅ നടത്തി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഇസ്തിർജാഅ അവൻ നടത്തിയിട്ടുണ്ട്. റബ്ബേ ഫയഖൂലുല്ലാഹ്, അപ്പോൾ അല്ലാഹു പറയുമെന്നാണ് ഇവനും ലിഅബ്ദി ബൈതൻ ഫിൽ ജന്നതി വസമ്മൂഹു ബൈത്തുൽ ഹംദ്. ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു സ്വർഗ്ഗമുണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ. ആ ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിച്ചോളൂ. ആ ഇസ്തിർജാഅ നടത്തിയ അൽഹംദുലില്ലാഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ ആ അടിമയെ അവന്റെ ബൈത്തുൽ ഹംദ് ഉണ്ട്, ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന സ്വർഗ്ഗമുണ്ട് എന്ന് അല്ലാഹു പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടുത്ത പരീക്ഷണം നേരിടുമ്പോ ഇത് ഏറ്റവും വലിയ ബിസിനസിനേക്കാൾ തകർച്ച, അല്ലെങ്കിൽ ആരോഗ്യത്തിൽ സാമ്പത്തിക തകർച്ചയേക്കാൾ വലിയ പരീക്ഷണമാണല്ലോ നമ്മുടെ കുട്ടികളെ ജനിപ്പിക്കുക എന്ന് പറയുന്നത്. ഇതിനേക്കാൾ വലിയ പരീക്ഷണമുണ്ടോ? ഇതിനേക്കാൾ വലുതല്ലോ നമുക്ക് ബിസിനസ്, അതിനേക്കാൾ വലുതല്ലോ നമുക്ക് സാമ്പത്തികമായ മറ്റു കാര്യങ്ങൾ, അതിനേക്കാൾ അപ്പുറമല്ലല്ലോ ഇതൊന്നും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സന്ദർഭത്തിലും അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് ഈമാൻ, അതാണ് തൗഹീദ്, അതാണ് അല്ലാഹുവിലുള്ള തവക്കുൽ, അതാണ് റബ്ബിലുള്ള വിശ്വാസം എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ആ രൂപത്തിൽ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അല്ലാഹുവിലേക്ക് അവന്റെ ഖദറിനെയും അവന്റെ മശീഅത്തിനെയും അവന്റെ ഖദാഇനെയും ഏറ്റവും നന്നായി അംഗീകരിക്കുകയും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരമൊരു ജീവിതം നയിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ഒരാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി? ആ സന്ദർഭത്തിൽ അയാൾ പറഞ്ഞു, 60 വയസ്സായി, എനിക്ക് 60 വയസ്സായി എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, 60 വർഷമായി നീ നിന്റെ റബ്ബിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 60 വർഷമായി നീ നിന്റെ റബ്ബിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ അവിടെ എത്താറായി. പ്രായം 35 കൊല്ലമായി, അല്ലെങ്കിൽ 40 കൊല്ലമായി, അല്ലെങ്കിൽ 20 കൊല്ലമായി. നമ്മൾ എവിടത്തേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് കേട്ടപ്പോ അയാൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ സന്ദർഭത്തിൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ചോദിച്ചു, നീ പറഞ്ഞതിനെ കുറിച്ച് നിനക്ക് അറിയാമോ? നീ പറഞ്ഞല്ലോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ സ്റ്റിക്കർ ഇട്ട് കൊടുക്കുക. ഈ സ്റ്റിക്കർ ഇടുന്ന ഈ സംഭവം എന്താണ് എന്നുള്ളത് നമുക്ക് പല ആളുകൾക്കും അറിയില്ല. നിനക്കറിയാമോ എന്ന് ചോദിച്ചു. അതിന്റെ അർത്ഥവും ആശയവും നിനക്കറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അബൂ അലി. ഫുദൈൽ ഇബ്നു ഇയാദിനെ വിളിച്ചിരുന്നത് അബൂ അലി എന്ന നാമധേയത്തിലാണ്. അബൂ അലി, ഞങ്ങൾക്ക് അത് വിശദീകരിച്ചു തരും, ഞങ്ങൾക്ക് അതറിയില്ല. ആ സന്ദർഭത്തിൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, നമ്മൾ അല്ലാഹുവിനുള്ളവരാണ് എന്ന് പറയുമ്പോ, അഥവാ ഇന്നാ ലില്ലാഹ് എന്ന് പറയുമ്പോ, ഞാൻ അല്ലാഹുവിനുള്ളവനാണ് എന്ന് പറയുമ്പോ ഞാൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു എന്നാണ് പറയുന്നത്. അല്ലാഹുവിലേക്ക് ഞാൻ മടങ്ങുന്നവനാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിലേക്ക് മടങ്ങുന്നവനാണ് എന്നാണ് പറയുന്നത്. ഒരാൾ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുമെന്ന് തിരിച്ചറിഞ്ഞാൽ, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ വാചകം ഉന്നയിക്കുന്നതെങ്കിൽ, ഈ വാചകം പറയുന്നതെങ്കിൽ, അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തപ്പെടുമെന്ന് മനസ്സിലാക്കലാണ്. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുമെന്ന് പറയുമ്പോൾ അത് അവന്റെ മനസ്സുകൊണ്ടാണ് പറയുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തപ്പെടുന്നവനാണ് ഞാൻ എന്നാണ് പറയുന്നത്. ഒരാൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ ചില ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമെന്ന് മനസ്സിലാക്കലാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ അല്ലാഹു ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമെന്ന് മനസ്സിലാക്കലാണ്. ഒരാൾ അല്ലാഹുവിന്റെ മുമ്പിൽ ചില ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞാൽ അവൻ ആ ചോദ്യത്തിന്റെ ഉത്തരം തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
മരണത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ. പല ആളുകളും മരിക്കുമ്പോൾ നമ്മളും പറയുന്ന വാചകമാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഒരു ദിവസം നമ്മളും മടങ്ങും. ആ മടങ്ങുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത്, എന്താണ് റബ്ബിന്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ വിഭവമായി നമ്മുടെ കയ്യിലുള്ളത് എന്ന് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മടങ്ങുമ്പോൾ, റബ്ബിന്റെ പരലോകത്തേക്ക് മടങ്ങുമ്പോൾ, അല്ലാഹുവേ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നീ ഉൾപ്പെടുത്തരുതേ നാഥാ.